ഹേയ് ഗായ്സ്, ശ്രീ ഹിയർ. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഗായ്സ് പ്ലീസ് ഇന്ന് കണ്ടു എൻ്റെ കൈ അറിയുന്നുണ്ടോ? ലിറ്ററലി ഷിവറിങ്ങാ. ഞാൻ ചായവത്തിനൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചാനലിൽ പെട്ടെന്ന് ആക്ടിവിറ്റീസ് കൂടി. ഷാസ് ബ്രോവിൻ്റെ ഷൗട്ട് ഔട്ട് ബ്രോ, ജെനുവിൻലി എനിക്ക് എങ്ങനെ പറയേണ്ടത് പറഞ്ഞുകൂടാ. താങ്ക് യു ശാസം ബ്രോ. എനിക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. താങ്ക്സ് എ ലോട്ട്. എനിക്കറിയാം ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഈ ചാനലുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡെയിലി ബേസിസിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫ്രീ ആപ്ലിക്കേഷൻസ് ആയിരുന്നു പരിചയപ്പെടുത്താൻ പോകുന്നത്. മിക്കതും ആൻഡ്രോയിഡിലും iOS-ലും ഉണ്ട്. സോ നമുക്ക് തുടങ്ങാം ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്ക് സിമ്പിളായിട്ടുള്ള ആപ്പിൽ നിന്ന് തുടങ്ങാം. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് മൈക്രോസോഫ്റ്റിൻ്റെ മാത്ത് സോൾവർ. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും സ്കാൻ ചെയ്യുമ്പോൾ മാത്ത് ചെയ്ത് തന്നെ. പക്ഷേ ഇത് ബാക്കിയുള്ളതിൽ നിന്ന് ചെറിയ ഡിഫറൻറ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഇക്വേഷനും ഫോർമുലാസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഗൈഡ് ചെയ്ത് തരും എങ്ങനെയാണ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഒരു ഇക്വേഷൻ ഉണ്ടാക്കി 2x+, ഈ ഒരു ഇക്വേഷൻ നമ്മളിപ്പോൾ ഉണ്ടാക്കിയതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സോ ഗൈസ്, നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കുക, ക്വസ്റ്റ്യൻ സ്കാൻ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരേപോലെ തന്നെ ഫുൾ ഡെപ്തിൽ ഡീറ്റെയിൽ നമുക്ക് കാണിച്ചു തരും. സോ അതാണ് എനിക്ക് ആപ്പിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട. സിമിലർ പ്രോബ്ലംസ്, നെറ്റിലുള്ള സിമിലർ പ്രോബ്ലംസ് വരാൻ പറ്റും. അതുകൊണ്ട് സിമ്പിളി ഇതൊരു മാത്ത് സോൾവർ മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഹാർഡ് ഇക്വേഷനൊക്കെ ഉണ്ട്, അത് സോൾവ് ചെയ്യേണ്ട സ്റ്റെപ്പും ഒരു ട്യൂട്ടറിനെ പോലെ തന്നെ നിങ്ങൾക്ക് കാണാം. ഇനി നമുക്കൊരു ഇച്ചിരി കൂടെ ഇൻട്രസ്റ്റിംഗ് ആപ്പ് നോക്കാം. ദാറ്റ് ഇസ് ഡോൾബിയുടെ ഓൺ എന്ന് പറഞ്ഞ ആപ്പ്. പേര് കേൾക്കുമ്പോൾ തന്നെ ചിലവർക്കറിയാം ഡോൾബിയുടെ ആണ്, സൗണ്ട് റിലേറ്റഡ് ആണ്. അഫ്കോഴ്സ് സൗണ്ടാണ്. ഇതിനകത്ത് ഏറ്റവും യൂസ്ഫുൾ സെനേരിയോ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം ഒരു സ്ഥലത്തൊക്കെ ഒരു മീറ്റിങ്ങിനോ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയി, പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ളൊരു ഓഡിയോ അയച്ചു കൊടുക്കണം. മേ ബി ബിസി റഷൊക്കെ ബാക്ക്ഗ്രൗണ്ട് സിറ്റി റഷും ഒക്കെ കാണും. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ യൂട്യൂബ് വീഡിയോസോ അങ്ങനത്തെ എന്തെങ്കിലും ഷൂട്ടിംഗ് പരമായിട്ട് ക്ലിയർ ആൻഡ് നല്ല ഓഡിയോ ആണ്. നിങ്ങൾക്ക് പ്രോസസ്സിങ്ങിനെ കുറിച്ച് ഒന്നും പറഞ്ഞുകൂടാ. അപ്പോഴാണ് ശരിക്കും ഈ ആപ്പ് ഭയങ്കര ഹാൻഡി ആയിട്ട് വരുന്നത്. ഇത് ഭയങ്കര എക്സെപ്ഷണൽ ഓഡിയോ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കില്ല. ഒരു ഫോൺ ഡിവൈസിൽ നിന്ന് വരുന്ന ഓഡിയോ ക്വാളിറ്റി അത് മാക്സിമം പ്രോസസ്സ് ചെയ്തവർ നല്ലോണം തന്നെ ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വോയിസ് ഇസ് ആക്ച്വലി കമ്മിങ് ഫ്രം ഡോൾബി ഓൺ. ഞാൻ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം നാച്ചുറൽ മിനിമലൊക്കെ ഇട്ടേക്കുന്നത്. അതിനകത്ത് ഒരുപാട് ട്വീക്കും കസ്റ്റമൈസേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും ഗൈസ് ഒരു ഫ്രീ. സോ ചെക്ക് ദാറ്റ് ഔട്ട് ഫോർ ഷുവർ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഗൈസ്. നമുക്ക് മൂന്നാമത്തെ ആപ്പിലേക്ക് പോകാം. ഇതെന്ന് പറഞ്ഞാൽ സ്യൂം എന്ന് പറഞ്ഞ ആപ്പാണ്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ, ഇഫ് യു ആർ ട്രൈങ് ടു ബി ഹെൽത്തും ഫിറ്റ്നസ്സും ഒക്കെ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് വെച്ചോ. എൻ്റെ കോളേജ് ലൈഫൊക്കെ എൻ്റെ ഗട്ട് കൊള്ളവായിട്ടുണ്ട്. സ്യൂം എക്സാക്ട്ലി അത് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുക, അതിൻ്റെ QR ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ ഇതിൻ്റെ ഒരു QR ബാർകോഡ് ഉണ്ടല്ലോ, ഇവിടെയുള്ള ബാർകോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുന്നു. എനിക്കിതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. മിക്സഡ് ഫ്രൂട്ട് ജാം നല്ലതല്ല, അതിനകത്ത് അഡിക്റ്റീവ്സ് ഉണ്ട്, കൺസേൺസ് ഉണ്ട്, കളേഴ്സ് ഉണ്ട്, ഷുഗർ ഉണ്ട്. അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് ലേസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് എല്ലാ പ്രൊഡക്റ്റിനും ഒന്നും ആയിട്ടില്ല, അതുകൊണ്ട് കീപ്പ് ഇൻ മൈൻഡ്. ലേസ് മാജിക് മസാല. അടുത്ത നമുക്ക് വേറെ ഒരെണ്ണം ചെക്ക് ചെയ്യാം. ഇത് അത്യാവശ്യം ബട്ടർ, ഐ ലൈക്ക് ഇറ്റ്. കിട്ടും നോക്കാം. ബട്ടർ, പാസ്ചറൈസ്ഡ് ബട്ടർ, കോമൺ സോൾട്ട്, അലർജൻസ്. കുഴപ്പമില്ല, ഈ സാധനമൊക്കെ കുഴപ്പമില്ല. സിംപ്ലി പറയുകയാണെങ്കിൽ ട്രൈങ് ടു ബി ഹെൽത്ത് ആൻഡ് ഫിറ്റ്. ഈ ആപ്പ് കിഡിലാണ്. ഏതൊക്കെ ഫുഡ് കഴിക്കണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ ആപ്പിനകത്ത് സെർച്ച് ചെയ്യപ്പം ആട്ട നൂഡിൽസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. പക്ഷേ ഇതിന് വേറൊരു ഗുഡ് ഓൾട്ടർനേറ്റീവ് യൂസും കൂടെ ഞാൻ കാണുന്നുണ്ട്. ഞാനിപ്പം ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്, ഇപ്പം ഞാൻ നൈറ്റ് ക്രേവിങ്സ് ഒക്കെ അടിക്കുമ്പോൾ നൂഡിൽസൊക്കെ വന്ന് സ്റ്റാക്ക് ചെയ്യാറുള്ള ഒരാളാണ്. അപ്പം ഞാൻ നൂഡിൽസ് എന്നൊക്കെ ടൈപ്പ് ചെയ്തെന്ന് വെച്ചോ. സോ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എനിക്ക് ഇതിനകത്ത് റെക്കമെൻഡേഷൻസ് വരും. ഇതിനകത്ത് നല്ല നൂഡിൽസ് ഏതാ, ചീത്ത നൂഡിൽസ് ഏതാ. അപ്പോൾ ഞാൻ ഷോപ്പിങ്ങിന് നോക്കുമ്പോൾ എനിക്ക് കൺസേൺ ഉണ്ട്, ഇതൊക്കെ എടുത്താൽ ഇത് അത്യാവശ്യം നല്ലതാണ്. അത് ആ ഒരു മൈൻഡിൽ നിങ്ങൾക്ക് പോയി നൂഡിൽസും കാര്യങ്ങളൊക്കെ മേടിക്കാം. സോ അതും ഇതിൻ്റെ ഒരു യൂസ് കേസാണ്. ഇത് കംപ്ലീറ്റ്ലി AI ബേസ്ഡ് ആണോ എന്ന് പറഞ്ഞാൽ അല്ല, ഇത് കംപ്ലീറ്റ്ലി ഒരു ഡേറ്റാ ബേസ് കണക്ക് തന്നെയാണ്. ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രോഡക്റ്റൊന്നും ഇപ്പോൾ സ്കാൻ ചെയ്താൽ കിട്ടത്തില്ല, പക്ഷേ അറ്റ് പോയിന്റ് ഓഫ് ടൈം ഇറ്റ് ഇസ് ഗുഡ് ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടൊരു ആപ്പാണ്. സോ ഗൈസ്, നമുക്ക് ഞാൻ അടുത്തൊരു ആപ്പിനെ പരിചയപ്പെടാം. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ സ്വിഫ്റ്റ് കീബോർഡാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇൻറ്റഗ്രേഷൻ ആണ് ഇതിനകത്ത് കൂടുതൽ AI റിലേറ്റഡ് ആക്കുന്നത്. ഇതിനകത്ത് ഡാലിയും GPT-4 ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരുപാട് നാൾ മുന്നേ എൻ്റെ കീബോർഡാണല്ലോ ആപ്പുള്ളത്, അത് കംപ്ലീറ്റ്ലി റിപ്ലേസ് ചെയ്തതാക്കി. ഇതിൻ്റെ ഗുണം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എനിക്ക് നാളെ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ അതേപോലെ തന്നെ വരും. പക്ഷേ ഈ കീബോർഡിനെ സ്പെഷ്യലാക്കുന്ന 2-3 ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുമ്പം ട്രാൻസ്ലേഷൻ എടുത്തെന്ന് വെച്ചോ. ട്രാൻസ്ലേഷൻ എടുത്തപ്പോൾ ഞാൻ എൻ്റെ ഡയറക്റ്റ് മലയാളമാണ് കിടക്കുന്നത്. എനിക്കിപ്പോൾ മലയാളം കീബോർഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹൈ ഹൗ ആർ യു, ലവ് യു. ഹായ്, എങ്ങനെയുണ്ട്, ലവ് യു.
സിമ്പിൾ. ഇത് ഒരുപാട് മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആണെങ്കിൽ കടികെട്ടി ട്രാൻസ്ലേഷനും കാര്യങ്ങളൊന്നും അല്ല വരുന്നത്. സിമ്പിളായിട്ടുള്ള റിയൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേഷനാണ്. പക്ഷേ ഇതിൽ അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡാലി അത് ഞാൻ ഇപ്പം ഒരു എന്നെ തന്നെ ചാറ്റ് എടുക്കാം. ഇപ്പോൾ ഡാലി പോയി ഞാൻ ക്രിയേറ്റ് കൊടുത്തെന്ന് വെച്ചോ. ഞാനിപ്പോൾ ഒരു പടം ഡോഗ് ഡ്രൈവിങ് കാർ. സോ ഡാലിനെ കുറിച്ച് പറയുന്നത് ഡാലി 3 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കിടിലം ഒരു ഇമേജ് പ്രോസസ്സിംഗ് എന്നല്ല, ഇമേജ് ഉണ്ടാക്കുന്ന ഒരു AI ആണ്. നമ്മുടെ ഇമാജിനേഷനും ടൈപ്സും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാം. ഇത് ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇൻസ്പിറേഷൻസും കാര്യങ്ങൾക്കൊക്കെ അപ്പം തന്നെ ടീമിലോട്ടോ എഡിറ്റേഴ്സിൻ്റെ അടുത്തോ അവർ അയച്ചു കൊടുക്കാൻ പറ്റും. പ്രോസസ്സിങ്ങിന് ചെറുതായിട്ട് ടൈം എടുക്കുന്നുണ്ട്. സോ അതാണ് ഞാൻ വെയിറ്റിംഗ്. സോ പ്രോസസ്സായി വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇമേജസ്. അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ടുള്ളതുണ്ട്, അത്യാവശ്യം എന്താ പറയുക മൂളത്തരമായിട്ടുള്ളതുണ്ട്. സോ കോപ്പി ചെയ്യുക, സിംപ്ലി ഇവിടെ പേസ്റ്റ് ചെയ്യുക, അയക്കുക. സോ ഈ സ്വിഫ്റ്റ് കീബോർഡിനെ കുറിച്ച് പറഞ്ഞാൽ ഇതാണ് എനിക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന 2 ഫീച്ചേഴ്സ്, ഡാലിയും GPT-4 ഇൻ്റഗ്രേഷനും. അതുപോലല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾ ഓവർ എനിക്കതൊരു ബെറ്റർ കീബോർഡായിട്ട് തോന്നി. ഒരുപാട് കസ്റ്റമൈസേഷനും കാര്യങ്ങളും ഉണ്ട്. സോ വീണ്ടും മൈക്രോസോഫ്റ്റിൻ്റെ ആപ്പിലേക്ക് വന്നാൽ കോപ്പൈലറ്റ് ഇസ് എന്താ പറയുക, ഇറ്റ് ഈസ് ജനറേഷണൽ ആപ്പ്. ഭയങ്കരമായിട്ട് എന്നെ ബ്ലോൺ അവേ ചെയ്തൊരു ആപ്പിനകത്തൊക്കെ ഒന്നാണ് കോപ്പൈലറ്റ്. മൈക്രോസോഫ്റ്റിൻ്റെ തന്നെയാണ്. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു ഗെറ്റ് ChatGPT അങ്ങനത്തെ ആപ്പൊക്കെ ആണെങ്കിൽ ഐ ഹൈലി റെക്കമെൻഡ്. അതൊന്നും വേണ്ട, ഗോ ഗെറ്റ് കോപ്പൈലറ്റിൻ്റെ GPT-4 ഇൻ്റഗ്രേഷനകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി അതിൻ്റെ ഇമേജ് പ്രോസസ്സിങ്ങും ഇമേജ് ടു ടെക്സ്റ്റ് റെക്കഗ്നിഷനും അങ്ങനത്തെ പരിപാടിയൊക്കെ. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ്. ഞാനിതിപ്പോൾ എടുത്ത് എന്നിട്ട് ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. എനിക്ക് A to Z ഡീറ്റെയിൽസ് തരും. ഞാൻ അത് എക്സ്പ്ലെയിൻ കൊടുക്കുക ഇൻ ഡീറ്റെയിൽ. സോ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ നമ്മൾ കൊടുത്ത് റിക്വസ്റ്റ് ചെയ്ത് അനലൈസിങ് ഫേസസ് ആൻഡ് കോപ്പൈലറ്റ്. സോ പ്രൈവസി കൺസേൺസും കാര്യങ്ങളുണ്ട്, ഫേസസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോപ്പൈലറ്റ് അതിനകത്ത് മറിക്കും. സെർട്ടൺലി ദിസ് ഇമേജ് ഇസ് അപ്ലോഡഡ് ഫീച്ചർ ഹോൾഡിംഗ് 48 laws of powers ബൈ റോബർട്ട് ഗ്രീൻ, 48 വെൽ നോൺ ബുക്ക് എക്സ്പ്ലോർ സ്ട്രാറ്റജീസ്. എൻ്റെ പൊന്നോ, ഇത് ജസ്റ്റ് ടെക്സ്റ്റ് ടു ട്രാൻസ്ലേറ്റ് അല്ല, ഇമേജ് അനലൈസ് ചെയ്തിട്ട് ഇമേജിനെ അവർ ഇൻ്റർപ്രറ്റ് ചെയ്ത് ദിസ് ഇസ് എ നെക്സ്റ്റ് ലെവൽ ഷിറ്റ്. എനിക്കും പറയാനുള്ളത് ഇതൊക്കെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എവിടെയെങ്കിലും പെട്ടുപോയാൽ തന്നെ ഇങ്ങനത്തെ ടൂൾസൊക്കെ ഭയങ്കര ഉപയോഗപ്പെടും. എന്താ പറയുക, കോപ്പൈലറ്റ് ഇസ് നെക്സ്റ്റ് ലെവൽ. എനിക്ക് ChatGPT-നെയൊക്കെ കാട്ടിയും ഇച്ചിരി കൂടെ യൂസർ ഇൻ്റർഫേസും എല്ലാം ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. ഹൈലി റെക്കമെൻഡ് ദിസ് ഗൈസ്, ഹൈലി റെക്കമെൻഡ് ദിസ്. സോ ഗോ ഡു യുവർ ഡീഡ്. ഇപ്പോൾ നമ്മൾ സ്റ്റഡീസും പ്രൊഡക്ടിവിറ്റി അങ്ങനെയൊക്കെ ഇനി ക്രിയേറ്റീവ് ആസ്പെക്റ്റിലേക്ക് നോക്കുമ്പോൾ ഒരു ആപ്പിനെ കുറിച്ച് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ലൂമ എന്നെ ഞെട്ടിച്ച വീണ്ടും ഒരു ആപ്പാണ്. ശരിക്കും ഐ വാസ് ബ്ലോൺ അവേ. നമ്മൾ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ചുറ്റും നടന്ന് 3D സ്കാനും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിയുമ്പം നമുക്ക് ലിറ്ററലി 3D റെപ്രസെൻറ്റേഷൻ ഓഫ് ദാറ്റ് സാധനം കിട്ടും. ഒരു 5 കൊല്ലം മുന്നേ ഒരു 3D റെപ്രസെൻറ്റേഷൻ ഓഫ് എ മോഡൽ കിട്ടണമെങ്കിൽ 3D ക്യാമറാസ് തേങ്ങാ ചാക്കി ഒന്നും വേണ്ട, കുറച്ച് AI ഇമേജ് പ്രോസസ്സിങ്ങും ഒരു സിമ്പിൾ ക്യാമറയും മതി. ഞാൻ എൻ്റെ വണ്ടി മോജോ ഒരു ബൈക്ക് ഇത്തിരി കോംപ്ലെക്സ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. അത് എത്രത്തോളം ഇവർ ചെയ്ത് എന്ന് പറയുന്നത് ഐ ആം വെരി 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 കണ്ടൻറ്റ്. അതിനകത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് ബ്ലോൺ അവേ ആയിപ്പോയി. കാരണം ഒരു ബൈക്ക് അത്ര പ്രോസസ്സ് ചെയ്യാൻ എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു ഷൂവോ ചെരുപ്പോ പെർഫ്യൂമിനാണൊക്കെയല്ല, അതിനൊരു ഡെപ്ത് ഉണ്ട്, ലെയേഴ്സ് ഉണ്ട്, നമുക്ക് സൂമിൻ ചെയ്യാൻ പറ്റും. എൻ്റെ മോനെ ഇത് ഇച്ചിരി നെക്സ്റ്റ് ലെവൽ സ്റ്റഫാണ് കേട്ടോ. ഇത് നിങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കിടിലാണ്. വേറെ 3D പരമായുള്ള വേറെ ഒരു പരിപാടിയും വേണ്ട. സോ ലൂമ AI ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഡേ ടു ഡേ വർക്ക് ലൈഫിൽ ഇറ്റ് വാസ് ഗുഡ് ഗൈസ്. ഇനി നമുക്ക് സ്നിപ്ഡ് എന്ന് പറഞ്ഞൊരു ആപ്പിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്നിപ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻ ഡീറ്റെയിൽ നിങ്ങൾ പോഡ്കാസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. പോഡ്കാസ്റ്റ് കേൾക്കാത്തവരാണെങ്കിൽ ഹൈലി റെക്കമെൻഡ് സ്റ്റാർട്ട് ഗെറ്റിംഗ് യൂസ് ടു ഹിയറിംഗ് പോഡ്കാസ്റ്റ്. കാരണം നിങ്ങളുടെ ലൈഫിലുള്ള വാല്യൂ അഡീഷൻ അത് നെക്സ്റ്റ് ലെവൽ ആയിക്കൊണ്ടിരിക്കും. സിംപ്ലി സെയിങ് പോഡ്കാസ്റ്റ് കേൾക്കുന്നതിന് മുന്നേ AI ജനറേറ്റഡ് ഒരു സമ്മറി നിങ്ങൾക്ക് കിട്ടും. ഞാൻ സ്നിപ്ഡിൻ്റെ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ സ്നിപ്ഡ് ആപ്പ് ഓപ്പൺ ചെയ്തു. ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ലെക്സ് ഫ്രീഡ്മാൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഓപ്പൺ ചെയ്തു. ആൻഡ് കണ്ടോ, അതിൻ്റെ സമ്മറി എല്ലാം AI ജനറേറ്റഡ് ആയിട്ട് എനിക്ക് കിട്ടും. ഇതിൻ്റെ ഫുൾ ആക്സസ് കിട്ടണമെങ്കിൽ നിങ്ങൾ പെയ്ഡ് വേർഷൻ നോക്കണം. പക്ഷേ ആസ് ഓഫ് റൈറ്റ് നൗ ഇതും അത്യാവശ്യം നല്ലതാണ്. പോഡ്കാസ്റ്റ് കേൾക്കാനും നിങ്ങൾക്ക് പറ്റും, അതേപോലെ AI ഫീച്ചേഴ്സും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം ഇൻട്രൊഡക്ഷൻ സമ്മറി നമുക്ക് നോക്കാം. പ്ലേ സമ്മറി. ക്വിക്ക് ടേക്ക് അവേസ് എന്തൊക്കെയാണെന്ന് പറയാം. Quick takeaways. Memories shape our happiness more than experiences themselves, focusing on peaks and endings to construct narratives. Bro. Attention training and spaced ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര അടിപൊളി സാധനമാണ്. ഇത് മണിക്കൂറുകളും 3.5 മണിക്കൂറും 4 മണിക്കൂറുകളൊക്കെ പോഡ്കാസ്റ്റ് ഉണ്ട്. അതിനെയൊക്കെ കണ്ടൻസ് ചെയ്ത് ചുരുക്കി ടു ദ പോയിന്റ് ആക്കി ഇവർ പറഞ്ഞു തരും. ഇതെല്ലാം AI ജനറേറ്റഡാണ്, അല്ലാതെ ടെക്സ്റ്റ് ടു സ്പീച്ച് കൺവേർഷനോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല.
നെക്സ്റ്റ് ലെവൽ സാധനം. പിന്നെ ഗൈസ് ഓട്ടർ എന്ന് പറഞ്ഞൊരു ആപ്പ് എനിക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. ഇത് ഭയങ്കര അഡ്വാൻസ്ഡ് ഭയങ്കര റെവല്യൂഷണറി ആപ്പൊന്നുമല്ല. സിംപ്ലി നിങ്ങളിപ്പോൾ ഓട്ടർ ആപ്പിൽ കയറുക. ഇത് ആർക്കൊക്കെ ഗുണം വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു മീറ്റിങ്ങോ കാര്യത്തിനോ ഗ്രൂപ്പ് ഡിസ്കഷനോ GDക്കോ ഒക്കെ പോകുന്ന വെച്ചോ, ഓട്ടർ ആപ്പിനകത്ത് റെക്കോർഡർ ഓൺ ആക്കി വെക്കുക. അതിനകത്ത് വോയിസ് ടു ടെക്സ്റ്റ് കൺവേർഷൻ ഉണ്ട്. അത് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര ആക്യുററ്റുമാണ്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ സ്പീക്കർ റെക്കഗ്നിഷനും അങ്ങനത്തെ എനിക്കിതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ കഴിഞ്ഞ വർഷം ബെസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ അവാർഡ് ഗൂഗിളിലെ മറ്റേ റെക്കോർഡറിനാണ് കിട്ടിയ. അതിനകത്തുള്ള ഏറെക്കുറെ എല്ലാ ഫീച്ചേഴ്സും ഇവന്മാർ കോപ്പി അടിച്ച് ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദിസ് ഈസ് ഓൾസോ എ ഗുഡ് ആപ്പ്. നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യും. പിന്നെ ഓട്ടറിനും അതേപോലെ തന്നെ ഫുൾ ആക്സസ് കിട്ടുന്ന ഒരു പ്രോ വേർഷൻ ഉണ്ട്, അത് നിങ്ങൾ എടുക്കുക. മീറ്റിങ്ങിനകത്തൊക്കെ ചറവറാന്ന് ഇഷ്ടംപോലെ സ്പീക്കേഴ്സും എല്ലാവരും പറയുമല്ല, അതെല്ലാം ഇവർ സമ്മറൈസ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആയിട്ട് മാത്രം തരും. അത് ഭയങ്കര അടിപൊളി. അത് ലൈവ് സമ്മറി അവർ ക്രിയേറ്റ് ചെയ്ത് തരും. പിന്നെ ട്രാൻസ്ക്രിപ്റ്റ്സോ എത്ര സ്പീക്കേഴ്സ് ഉണ്ട്, ഓരോരോ സ്പീക്കേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആപ്സ് ആയിട്ട് തോന്നിയത്. പിന്നെ 2-3 ഞാൻ നോട്ട് ചെയ്തതെന്ന് പറയുമ്പം റേവ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഗ്രൂപ്പൊക്കെ ഇട്ടിരിക്കുമ്പം അവർക്ക് ഡിസ്കഷനും സിനിമയൊക്കെ കാണാനും പാട്ട് കേൾക്കാനും ഒരെണ്ണത്തിൽ പോസാക്കി എല്ലാം പോസാവും. അത് ഇൻ്റർ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യും. iOS ടു ആൻഡ്രോയിഡ് ടു മൈക്രോസോഫ്റ്റ് ടു macOS അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്ലിക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് നല്ല. അതുപോലത്തെ ബ്ലോസം എന്ന് പറയുന്നത് ഒരു പെയ്ഡ് ആപ്പ് ആണെങ്കിൽ കൂടി പ്ലാന്റിങ് ഇപ്പം നിങ്ങൾക്കൊരു പേഴ്സണൽ ബോട്ടണിസ്റ്റിനെ കിട്ടുന്നതിന് കണക്കാം. നിങ്ങളുടെ പടത്തിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ട്, എടുത്ത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ അവർ നാച്ചുറലി അത് അനലൈസ് ചെയ്ത് അതിനെന്താ പ്രശ്നം, അതിൻ്റെ റെമഡീസും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും. ആസ് ഓഫ് റൈറ്റ് നൗ കുറച്ച് നല്ല ആപ്സൊക്കെ പെയ്ഡാണ്. ഫ്യൂച്ചറിൽ അതെല്ലാം ഫ്രീ ആവുന്ന എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് കീപ് സബ്സ്ക്രൈബിങ്. താങ്ക് യു ഗൈസ്. നിങ്ങൾ ഈ ആപ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ലൈഫിൽ ഒരു വാല്യൂ അഡീഷൻ കൊണ്ടുവരട്ടെ. എനിവേസ്, താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ ഇമ്മൻ സപ്പോർട്ട്. ഞാൻ ഇത്ര സപ്പോർട്ടൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. ശാസ്ത്രം ഒന്നുകൂടെ എനിക്ക് റിയലി താങ്ക് യു. ഞാൻ മാക്സിമം എൻ്റെ ക്വാളിറ്റി ഓഫ് ദ കണ്ടൻറ്റും നറേഷനും ഒക്കെ പ്ലീസിങ്ങും പ്രസൻറ്റബിൾ ആയിട്ടും ഒക്കെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാം. താങ്ക് യു. എനി കമൻസും ക്വറീസും ക്രിറ്റിസിസംസും എല്ലാം താഴെ വരട്ടെ.